അങ്ങനെ അങ്ങോട്ട് വലത്തോട്ട്. ഇങ്ങോട്ടൂടി. അങ്ങോട്ടാഞ്ഞു ഇങ്ങോട്ടാഞ്ഞു. ഇങ്ങോട്ടൂടി. ഇന്ന് എന്റെ ദിവസമാണ് തരുണക. മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്ന പാരിതോഷികം എനിക്കേ ലഭിക്കൂ. പഞ്ചഗുസ്തി വേറെ, പാരിതോഷികം വേറെ. ഗുസ്തിയിൽ നീ ജയിച്ചു, പക്ഷേ മഹാരാജാവിന്റെ പാരിതോഷികം അതെനിക്ക് തന്നെ. മണ്ട ശിരോമിണികളെ, നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് വെറുതെ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഗുസ്തി പിടിച്ച് തളർന്ന് നിങ്ങൾ ഉറങ്ങും, അവൻ നടന്നുറങ്ങും. അപ്പോഴായിരിക്കും ദേവകി ദേവി തിരുവയറൊഴിയുന്നത്. ഞാൻ ഉടനെ അക്കാര്യം മഹാരാജാവിനെ അറിയിക്കുന്നു, പാരിതോഷികം നേടുന്നു. ആഹാ, അതാണ് മനസ്സിലിരിപ്പ്. അത് നടക്കാൻ പോകുന്നില്ല. തന്നെ ഉറക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നെറ്റി നടുവിൽ പുരിയക്കൊടി മധ്യത്തിലെ തിലസക്കാല മർമ്മം, അതിലൊരു തലോടൽ. അപ്പൊ ഉറങ്ങിക്കോളും. അത് ശരി. പരസ്പരം പോരടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, മധുരാ സൈന്യത്തിന് അപമാനമുണ്ടാക്കാൻ. തോഴരെ, മഹാരാജാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. അത് ചെയ്യേണ്ടത് നാം 4 പേരും ചേർന്നാണ്. അല്ലാതെ പരസ്പരം കലഹിച്ച് നമ്മെ ഏൽപ്പിച്ച ദൗത്യം മറക്കരുത്. ഉറങ്ങാതിരിക്കണം നാം 4 പേരും. എപ്പോൾ ജനനം നടക്കുന്നുവോ അപ്പോൾ 4 പേരും ഒരുമിച്ച് ചെന്നറിയിക്കണം. അതല്ലേ ബുദ്ധി. പാരിതോഷികം നമുക്ക് പങ്കിടാം. എന്താ, സമ്മതമല്ലേ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കൊട്ടാരത്തിൽ നിന്നും ദൂരമേറെ ഇല്ലല്ലോ കാരാഗ്രഹത്തിലേക്ക്. അഷ്ടമസന്തതി ജനിച്ചാലുടൻ വൃത്താന്തം ഇവിടെ എത്തിക്കുവാനുള്ള ഏർപ്പാടുകളെല്ലാം തയ്യാർ. ചെറുത്തുനിൽപ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ എങ്ങു നിന്നും? ഇല്ല പ്രഭു, കർശനമായ കാവലാണെങ്ങും. അടിയൻ വിടകൊള്ളട്ടെ. അങ്ങ് ശയ്യാഗ്രഹത്തിലേക്ക് ചെന്നാലും പ്രഭു. ഇല്ല, ഉറങ്ങില്ല ഈ രാവിൽ കംസൻ. ഇന്ന് രാത്രിയാണ് ആ മുഹൂർത്തമെന്ന് മനസ്സ് പറയും പോലെ. സേനാപതി പൊയ്ക്കോളൂ.